വെച്ചിട്ട് ഇതിനെ മൂടണം അല്ലേ? ഇത് മൂടാനല്ലേ പാട്, കുറച്ചുകൂടെ പരത്തി വലുതാക്കണ്ടായിരുന്നു. ഹായ് ഗൈസ്, വെൽക്കം ടു ദി റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ആലു പൊറോട്ടയാണ്. നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും അത് അത്ര അറിയത്തില്ല എന്താണ് സാധനമൊന്നും. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എൻ്റെ അനിയത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടാക്കിയാൽ അവൾ പറഞ്ഞുതരും, ഞാൻ ഉണ്ടാക്കും. സംഭവം എനിക്ക് കറക്റ്റായിട്ട് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അത് ഞാൻ കഴിച്ചിട്ടുമില്ല. അപ്പോൾ അവർ അത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതുകൊണ്ട് അവൾ ഇതിൽ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അത് ആലു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ സവാള, അര കിലോ ഉരുളക്കിഴങ്ങും എടുത്തു വച്ചിട്ടുണ്ട്. നമുക്കിനി ആദ്യം ഈ ഉരുളക്കിഴങ്ങിനെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഇതിലിട്ട് ഇതിൽ ചെളി പോകാനാണ് കഴുകുന്നത്. കഴിയാതെയാ മതിയല്ലോ. അപ്പോൾ ഇതിലോട്ട് തന്നെ ഇതിനെ വയ്ക്കാം. അപ്പോൾ ഇനി ഇതിനെ കട്ട് ചെയ്ത് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യം ഇതോട്ടെ ഉണ്ടല്ലോ, അത് രണ്ടാക്കും. അപ്പോൾ ഈ പാത്രത്തിലാണ് നമ്മളിന്ന് ഇതിനെ വേവിക്കാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങിനെ നമ്മൾ വെള്ളം എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ ഇതിലോട്ട് ഇറക്കിയിടാം. ഉപ്പ്, അപ്പോൾ ആവശ്യത്തിന് ഇപ്പം തന്നെ ഉപ്പിട്ട് നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. മതിയല്ലേ? ഓക്കെ, നമുക്കിതിനെ സ്റ്റൗവിൽ വെച്ച് ഗ്യാസിൽ വെച്ച് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഈ സവാള എല്ലാം കഴുകി കട്ട് ചെയ്ത് എടുക്കണം. ഓക്കെ, നമുക്കിനി അതിൻ്റെ പരിപാടി നോക്കാം. സ്റ്റോപ്പ്. അപ്പോൾ ഇനി ഈ സവാള കൂടെ നമുക്കൊന്ന് കഴുകിയിട്ട് അതിനെയും കൂടെ നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഓക്കെ, ആദ്യം ഇതിനങ്ങ് അത് ഈ വേണ്ടാത്ത സാധനങ്ങൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തൊലിയൊക്കെ പൊളിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് ഇത്രയും സവാളയും അരിഞ്ഞെടുക്കാം. ഓക്കെ, എന്തോന്ന് ഞാൻ തന്നെ തൊലി ഇരിക്കുന്നു അല്ലേ? മറന്നുപോയി, ഞാൻ കട്ട് ചെയ്ത്. ഓക്കെ, മറന്നുപോയി സംഭവം. അത് ഞാൻ ഇപ്പൊ കറണ്ടിൽ കുത്തിയതായിരിക്കല്ലേ? അപ്പോൾ നമുക്ക് ഈ മുളകും കൂടെ അരിഞ്ഞു വയ്ക്കാം. 2 മുളക് ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ 2 മുളകും കൂടെ നമുക്ക് അരിഞ്ഞു വയ്ക്കാം.
എന്താ ഇവള് പറഞ്ഞില്ല? ആര്? നീ അവിടെ എത്തിയ? അമ്മയില്ല എത്തിയ? ആ ശരി ശരി ശരി. അപ്പോൾ ഇതിനെ ഇനി മാറ്റി മുളകിൻ്റെ മണം ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് മാവ് കുഴച്ച് റെഡിയാക്കാം. അപ്പോൾ കിഴങ്ങ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഇനി പാത്രത്തിൽ കോരി വെച്ച് തണുത്തതിന് ശേഷം തൊലി ഉടച്ച് ബാക്കി പരിപാടികൾ ചെയ്യണം. ഓക്കെ. ഇത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ഓരോന്നായിട്ട് എടുത്ത് വെച്ചത് കുറച്ച് തണുക്കണം, എന്നാലേ നമുക്കിത് തൊലി ഉടയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിനി അതിനുള്ള മാവ് കുഴച്ചെടുക്കാം. മാവ് കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് തണുത്ത് ഉടച്ച് കഴിഞ്ഞാലേ ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള മാവെല്ലാം നമുക്ക് കുഴച്ച് വെച്ച് കഴിയുമ്പോഴേക്കും ഇതും കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, അതും ശരിയാവും. ഓക്കെ. നമുക്ക് ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുത്താൽ അത് ഓവറായിട്ട് എടുക്കണ്ട. അപ്പോൾ നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണതാണ് നല്ലത്. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കും പോലെ കുറച്ച് ഇതായിട്ട് കുഴച്ചെടുത്താൽ മതി. ഒരല്പം പാം ഓയിലും കൂടെ, ഒരു 2 സ്പൂൺ പാം ഓയിലും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം, ഒരു മയത്തിന് വേണ്ടിയിട്ട്. നന്നായിട്ട് പരത്തി മയപ്പെടുത്തി എടുക്കണം. ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കണം. എന്നാലേ അതിൻ്റെ ഇതൊക്കെ കറക്റ്റായി കിട്ടുള്ളൂ. കുറച്ച് പൊടി കൂടെ ചേർക്കണം അല്ലേ? കുറച്ച് പൊടി കൂടെ ചേർക്കണ്ടേ? പൊട്ടി പിടിക്കണം. കുറച്ചുകൂടെ കുഴക്കുമ്പോൾ പശ പോലെ ഇരിക്കുന്നില്ല, പൊട്ടി പിടിക്കണമെന്ന്. അവിടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നിന്റെ നിഗമനം തെറ്റാറേ ഉള്ളൂ, ശരിയാവൂല. അത് പോയി. ഇപ്പം അല്ലേ കറക്റ്റായ? പണേ ചപ്പാത്തി ഉണ്ടാക്കണ ചപ്പാത്തി കൊണ്ടുള്ള പോലെ മാവ് കിട്ടിയാൽ മതിയല്ല. അല്ലേ ഇപ്പം ശരിയാക്കത്തില്ല. ഒരു സാധനം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. മതിയല്ല? പോരെ? ചപ്പാത്തി കൊണ്ട പോലെ ആയില്ലേ? ഇല്ലേ? കുറച്ചുകൂടെ കുഴക്കണ്ടേ എന്നാ? ഓക്കെ. എന്താ ഈ പൊടിയുടെ ഇത് മാറണമെന്നാ? അവിടെ നിങ്ങൾ അത് തന്നെ ഉണ്ടാക്കണേ, ആലിപ്പൊറോട്ട തന്നെ. ചപ്പാത്തിക്ക് കുഴക്കുമ്പോഴെല്ലാം കുഴക്കും, അതുകൊണ്ട് കഴിക്കണേ ഞാൻ. ഇതിപ്പോ പോയി ഇതല്ല, ഇപ്പം ഇതിൽ തന്നെ എടുത്ത് വയ്ക്കാം. അപ്പം മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ മാവിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനുള്ളിൽ ഫില്ല് ചെയ്യേണ്ട കൂട്ട് റെഡിയാക്കാം. ആദ്യം നമുക്ക് ഉടച്ച് പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഉടച്ച് റെഡിയാക്കി എടുക്കാം. ഓക്കെ. നമുക്കിനി ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചിട്ട് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട്, നന്നായിട്ട് തണുത്തിട്ടില്ല. നോക്കി നോക്ക് ഇരിക്കണത്. ഞാനത് ഭയങ്കര ചൂട്. ഇത് വിളയാത്തതാ കൂടെ. അപ്പോൾ ഇത് സംഭവം ഇതാ തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ച് വയ്ക്കാം. സ്പൂണ് ഇനി അപ്പുറത്ത് എടുക്കണ്ടേ? നെയ്യല്ലേ അതില്? എണ്ണ എടുത്താൽ പോരെ നന്നായിട്ട്. അത്രയ്ക്ക് അതിൽ കൂടെ ഇട്ട് ഇളക്കണോ ചട്ടിക്കകത്തിട്ട് തന്നെ? അങ്ങനെയാണ് ശരിയാക്കാം, കുഴപ്പമില്ല. ഭയങ്കര ചൂട്. അപ്പം നമ്മളിത് ഇതിനെ നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതും രണ്ടും ഇവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ആദ്യം മസാലക്കൂട്ട് ശരിയാക്കാം. ഓക്കെ. മസാലക്കൂട്ട് ശരിയാക്കിയതിന് ശേഷം ഇതും കൂടെ മിക്സ് ചെയ്ത് ബാക്കി പരിപാടികളെല്ലാം. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് തീ കത്തിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട്
ആദ്യം ഒന്ന് വെള്ളം വറ്റി വരട്ടെ, എന്നാൽ അതിനുശേഷം നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കിതിലോട്ട് ചിലപ്പം എണ്ണ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ച് ചെയ്താൽ മതി. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുളകിനെ ഇട്ട് കൊടുക്കാം അതിലോട്ട്. പടക്കം പൊട്ടി പറ്റോ, ഇതോട്ടായിരിക്കും മുഖ്യം. എന്ത് ഇടട്ടെ, എണ്ണ ഇടട്ടെ, ഉള്ളി ഇടട്ടാ ഉണ്ട് പറയട്, ഉള്ളി ഇടാണ്ടതിന് വരെ എണ്ണ ഇടണം. ഇതൊന്ന് നല്ല രീതിയിൽ വഴട്ടിയെടുക്കണം. ഉപ്പ് കൂടെ ഇട്ട് വേണം വഴട്ടിയെടുക്കാനായിട്ട്. കിഴങ്ങിൽ ഉപ്പിട്ടിട്ടുണ്ട് അത്യാവശ്യം, എന്നാലും ഒരു കുറച്ച് ഇത് വെന്ത് വരാൻ കണക്കിനുള്ള ഉപ്പ് ഇതിലിടണം. കേൾക്കണം. നമ്മൾ മറ്റേ വീഡിയോ പാട്ടും കൂടെ പാടിപ്പാടുന്നു. കിട്ടുമ്പോ കിട്ടായ കുറച്ചുകൂടെ ആവണ്ട. മുളക് പൊടി മുളക് പൊടിയൊക്കെ എടുത്തിട് ആവശ്യത്തിനുള്ള. ഒരു കുറച്ച് വേണ്ടേടി. ഓക്കെ, ആയില്ലല്ലേ അത്. സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടാൽ മതിയായിരുന്നു. അത് ഞാൻ ഈ സാധനം കണ്ടിട്ട് പോലില്ല ഉണ്ടാക്കുന്നത്, കഴിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല. അതുകൊണ്ടാണ് ഇവളത് കഴിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ തന്നെ ഉണ്ടാക്കുന്നത്. ബംഗാളിയാ. ഓവർ സ്മെല്ല് ചെയ്യണം മഞ്ഞേര. അല്ല, മഞ്ഞപ്പൊടിയാണ് കൂടുതൽ കഴിക്കുന്നത് എല്ലാവരും. ചോറ് വെച്ചാലും മഞ്ഞപ്പൊടി ഇടുമോ? മഞ്ഞച്ചോറ്. വേറെ ഒന്നും ഇടണ്ടേ? പൊടി ഗരം മസാല കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആര് കണ്ടുണ്ടാക്കിയത്? കുറയ്ക്കണോ? പൊടിപ്പോയാ? അയ്യോ, ഇല്ല, തീ കുറയ്ക്കണമെന്ന് കൂട്ടണതെല്ലാം കണക്ക് തന്നെ. തട്ടിക്കാം. ശരി, ഓവറ വാരി തട്ടരുത്, എന്നാൽ ഓവർ സ്മെല്ലായിരിക്കും. പിന്നെ മീത ചപ്പാത്തി കൊണ്ട് കുഴപ്പമായിരിക്കുമല്ലേ. പോരടി, കുറച്ച് ഗരം മസാല ഇവിടെ. ഇനി ഇത് ഈ പുഴുങ്ങി ഉടച്ചു വെച്ച ഈ കിഴങ്ങ് കൂടെ നമുക്ക് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ്, പൊട്ടാറ്റോ. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. തൊലയോ കൂടെ ഉടച്ചെടുക്കണം അല്ലേ? ആർക്കുണ്ടല്ലേ എണ്ണ അങ്ങനൊന്നും. നന്നായിട്ട് ഉടച്ച് യോജിപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് ക്ലിയർ ആവത്തില്ല. അത് സെപ്പറേറ്റ് ആയിട്ടിരിക്കുമല്ല. ഉപ്പാ ഇല്ല, നോക്ക്. നെല്ല് ആദ്യം ഇട്ടിട്ട് മാറ്റാം. മതിയാ? ഓ, ഉപ്പ് നോക്കി കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കണേ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് പിന്നെ യോജിപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ചില സ്ഥലത്ത് മാത്രം ഉപ്പിടാക്കും. ഇരുവൊക്കെ ഉണ്ട്. പക്ഷേ കൂലിപ്പൊറോട്ട 1 കിലോ ഉള്ളി, 1/2 കിലോ ഉരുളക്കിഴങ്ങ് അല്ലേ? സാധനമാണ് ഇതായിരിക്കുന്നത്, അലുവ പോലെ അല്ലോ. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനെ മാവിൻ്റെ കൂടെ മിക്സ് ചെയ്തല്ല, അതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്ത് പരത്തി ചുട്ടെടുക്കാം. അതാണ് ആലിപ്പൊറോട്ട എന്നാണ് പറയുന്നത്. ഇനി ചുട്ടെടുക്കുമ്പോൾ പറയാം ആലിപ്പൊറോട്ട, ആ ഒരു വേറെ വല്ല പൊറോട്ട. ആദ്യം തീ അണച്ചിട്ട് നോക്കാം. ഓക്കെ, ആണെന്നല്ലോ. ഞാൻ കുറച്ചുകൂടി എടുക്കാൻ മതിയാ? ഈ അളവ് മതിയാ? എന്നിട്ട് കുറച്ച് ഇതാക്ക്, പരത്തി എന്നിട്ട് അതിനെ ഇതാക്ക്. ഇങ്ങനെ ആക്കിയിട്ട് ഫണല് പോലെ ഇതിന്റെ അകത്ത് ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ മൂടണം. മൂടി ഇതാക്കി ബോളാക്കിയിട്ട് ഇവിടെ വെച്ച് പരത്തി പിന്നെ ചുട്ടെടുത്താൽ മതി. ഓ, അങ്ങനെ. സ്പൂൺ വേണോ അല്ലേ കോരി വയ്ക്കാൻ? അതിലൊരു വലിയ സ്പൂൺ ഉണ്ട് ഇങ്ങോട്ട് വെച്ചല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ മാവ് പരത്തിയതിന് ശേഷം ഇതിൽ ഇത്രയും മതിയാ? വെച്ചിട്ട് ഇതിനെ മൂടണം അല്ലേ? ഇത് മൂടാനല്ലേ പാട്, കുറച്ചുകൂടെ പരത്തി വലുതാക്കേണ്ടായിരുന്നു. മാവ് എടുത്ത് തന്നെ ചെയ്യണം, അല്ലാതെ ഉള്ള മാവ് വെച്ച് നടക്കൂല.
ഇങ്ങനെ വെച്ചിട്ട് പരത്തണം അല്ലേ ഇനി? അതെ സെറ്റ് ഓക്കെ പരത്തട്ടാ കുറച്ച് മാവ് പൊടി ആ മാവ് ഇങ്ങനെ പരത്തി പരത്തി വെച്ചിട്ട് ലാസ്റ്റ് ചുട്ടാ കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ നോക്കാം ഒരെണ്ണം പരത്തി നോക്കാം അപ്പം അറിയാം. കട്ടിക്കാ പരത്തണ്ടേ? അത്യാവശ്യം കട്ടി വേണം, അതായത് ഭയങ്കര കട്ടിയില്ല. ഇങ്ങനെ ആവോ? കുഴപ്പമില്ല, മതിയാ. എന്റെ ദൈവമേ പരത്തി. ഒരു കാര്യം ചെയ്താലോ? ആ അപ്പൊ നമുക്ക് തീ കത്തിക്കാം. തീ കത്തിച്ച് ഇവിടെ പരത്ത നമുക്ക് ചുട്ടെടുക്കാം. എൻ്റെ അനിയത്തി ചുട്ടെടുത്തോളും. ഒരുത്തി ഇവിടെ തിന്നാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. തീ കൂടിപ്പോയി നോണ്. എനിക്ക് കണ്ണ് കാണുന്നില്ല. കാണാം നിങ്ങൾക്ക്? കാണാൻ പറ്റും. തീ കൂടുതലല്ലോ തോന്നല്ലേ? മതിയല്ലോ. ഓക്കെ എണ്ണ അതായിരിക്കണം ചുട്ടിടാൻ. ഇതാ എണ്ണ ഒഴിയടി അതില്, അല്ലെങ്കിൽ ശോകാവും. അപ്പം ആദ്യം ഇതിലോട്ട് നമ്മൾ ഒരല്പം എണ്ണ ഒഴിക്കുന്നുണ്ട്. പാം ഓയിലോ വെളിച്ചെണ്ണ ഏതെങ്കിലും മതി, ഇണയരുത്. അപ്പോൾ ഇതാ ആദ്യം ഞാൻ ഒരെണ്ണം പരത്തി നോക്കിയതാണ്. ഇവിടെ പറഞ്ഞു തന്നിട്ട് അയ്യോ അത് പിന്നെ എന്തായാലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും എടുത്തിട്ട് നോക്കാൻ പോവാണ്. ചുട്ട് ഓക്കെ എന്തായാലും ചുട്ട് നോക്കട്ടെ. നിങ്ങളാ കുറച്ചിട്ടാ അയ്യോ അതായത് വരുന്ന കത്തണ ചെറുതായിട്ട് കത്തണ. ഓ എൻ്റെ ദൈവമേ ആദ്യമായിട്ട്. ഇതെന്ത് വേവുമ്പം എടുക്കാം. ആദ്യം ഒഴിച്ചില്ല, എന്നിട്ട് ഇതിട്ടിട്ട് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിന് ശേഷമാണ് എണ്ണ ഇങ്ങനെ. കല്ലിൽ എണ്ണ ഒഴിക്കൂലേ? അതെന്ത് ഇന്ത്യക്കാരികളല്ലേ അത്ര ഇങ്ങനെ പോകാൻ കാണും. അയ്യോ ദൈവം ആരെങ്കിലും കേക്ക് വന്നിട്ട് കീടിയിട്ടു. അമ്മ പറയണേ ഇങ്ങനെ കുത്തി നോക്കൂ എന്താന്ന്. ഓ പൊങ്ങു അതോ എണ്ണ ഇരിക്കല്ലേ? മതിയാ? വേണ്ട വേണ്ട കറക്റ്റ് തന്നെ. അപ്പോൾ ചുട്ടെടുത്ത് പ്ലാറ്റിൽ വെച്ചോ. ഇനി നിങ്ങൾ കാണി. അപ്പോൾ ഒരു പരീക്ഷണം പോലെ നമ്മളത് ഒരെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ. ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. ഓക്കെ അതേ കുറച്ച് കൂടുതൽ മാവെടുത്ത് നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ കറക്റ്റായി ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കൂടുതൽ മാവെടുക്കണം. ഇത് നമ്മൾ ചപ്പാത്തിക്ക് എടുക്കും പോലെ അല്ല, കുറച്ച് കൂടുതൽ മാവെടുത്ത് അത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. പരത്തിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇതാക്കി ഇങ്ങനെ ഫണൽ പോലെ ചെറുതായിട്ട് ചെയ്ത് അതിനുള്ളിലോട്ട് ഈ ഫില്ലിങ്, അത് ഈ കിഴങ്ങൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഈ ഫില്ലിങ് വെച്ച് പിന്നെ ഇങ്ങനെ എടുക്കണം. ഇതിൽ ചുറ്റിലായിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുത്ത മാവിനെ നേരെ അങ്ങ് മത്തി വെച്ചിട്ട് ഒരു ചെറുതായിട്ട് ഡ്രസ് ചെയ്ത് കുറച്ച് മാവ് പൊട്ടാതിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് മാവ് തൂറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുക. അവരൊക്കെ സ്ഥിരം ഉണ്ടാക്കി കഴിക്കണവർ, നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി എന്തെങ്കിലും കഴിക്കണവർ, പിന്നെ ആഹാരമേ. ഓക്കെ അപ്പോൾ എണ്ണ ഒഴിയടി കരിഞ്ഞുകൊണ്ടോ നിൻ. ഞാൻ ആ കല്ലിൽ ചൂടായിട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാം ഇതേപോലെ ചുട്ടെടുക്കാം ഇനി. ഓക്കെ കഴി അല്ലെങ്കിൽ ഏതൊഴുന്നാ ലാസ്റ്റ് ബോളാണ്. ഇതും കൂടെ നമുക്ക് പരത്തി ചുട്ടെടുക്കാം. സാധനം എടുത്തെടുത്ത് വന്നപ്പോഴേക്കും കുറഞ്ഞു പോയി. കുഴപ്പമില്ല. ലാസ്റ്റ് റൊട്ടി പോലെ ഭയങ്കര കട്ടി റൊട്ടി. അത് മാത്രമേ ഉള്ളൂ, മറ്റേ സാധനം തീർന്നില്ല. കുറച്ചേ ഉള്ളൂ ഉള്ളിൽ ഫില്ലിങ് വലിപ്പം കൂടി ഇടാം. ഓക്കെ പരിപാടി നമ്മൾ ചുട്ടെടുത്താൽ തീരും. അരിച്ച് എണ്ണ ഇട്ടില്ലേ? എണ്ണ ഒഴി അവരെ കഴിക്കേണ്ട എണ്ണയാണ് നല്ല ചുട്ടി.
ഇത് മാത്രം കറക്റ്റോട് മറ്റൊന്നും പൊങ്ങിയില്ല. പൊങ്ങി വെച്ച പോണം അപ്പോൾ നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യ സൈഡിലൊക്കെ ഉള്ള ഡിഷാണിത്. ഓക്കെ, ഇത് കഴിച്ചു നോക്കാം ഒന്നൊരിടത്ത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത സാധനം കിഴങ്ങൊക്കെ ആയിട്ട് മിക്സ് ചെയ്തത് ചെറിയൊരു ലൈൻ പോലെ കാണുന്നത് ചെറുതായിട്ട് കാണാൻ പറ്റും കണ്ടോ. ഇതിന് സോസ് വെച്ചാണ് കഴിക്കാറ് കൂടുതലും. നമ്മൾ സോസ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിച്ചു നോക്കാം. തുണി പോയി ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിതിനെ സോസിൽ മുക്കി കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് ആലു പൊറോട്ട. ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുന്നില്ല സോസിൽ മുക്കി, അല്ലാതെ കഴിച്ചു നോക്കട്ടെ. കൊള്ളാം. അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് അധികം കിട്ടുന്നില്ല, അല്ലാതെ നോർമലി എരിവൊക്കെ ഉള്ള ഒരു സാധനം അത്രേ ഉള്ള. പക്ഷെ നമ്മൾ സോസിൽ മുക്കി കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പം ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിജു. ഗുഡ് ബൈ.